വിശദമായ വാർത്തയിലേക്ക്. മധ്യപ്രദേശിൽ കാണാതായ മലയാളി ക്യാപ്റ്റൻ നിർമ്മൽ ശിവരാജിന്റെ മൃതദേഹം കണ്ടെത്തി. നിർമ്മൽ സഞ്ചരിച്ച കാർ മിന്നൽ പ്രളയത്തിൽപ്പെട്ടതാണെന്നാണ് സൂചന. മഖൻനഗറിലെ ബച്ചാര ഗ്രാമത്തിന് സമീപം കുറ്റിക്കാട്ടിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. ഒഴുക്ക് വിലയിരുത്താൻ ക്യാപ്റ്റന് കഴിഞ്ഞില്ലെന്ന് SP ഗുർകരൻ സിംഗ് പറഞ്ഞു. 16 तारीख को मॉर्निंग में आर्मी अथॉरिटीज़ ने हमें इन्फॉर्म किया कि उनके कैप्टन जो हैं वो जबलपुर से लौट रहे थे और 15 की रात से उनकी कोई लोकेशन ट्रेस नहीं हो पा रही है। 16 की सुबह से ही हमने अपनी टीम्स पुलिस की रवाना कर दी और साथ ही में SDRF की भी हमने एक टुकड़ी जो है उस क्षेत्र में जहां उनकी लास्ट लोकेशन थी बाबई में, वहां सर्चिंग के लिए लगाया। और ये जो सर्चिंग है वो आज तक चली है और फिर आज हमें उनकी जो कार है वो भी रिकवर हुई है और उनकी जो है बॉडी भी रिकवर हुई है। देखिए, जहाँ तक हमारे पास इन्फॉर्मेशन है, कैप्टन निर्मल डिसीज्ड इनका नाम था और ये AEC पचमढ़ी में कुछ ट्रेनिंग के लिए आए थे और जबलपुर से लौट रहे थे। तो भारी बारिश के कारण उस दिन इन्होंने जो रास्ता है वो बख्तरा बाड़ी बरेली वाला रास्ता यूज़ किया और बीच में एक नाला पड़ता है, नाले का ये आंकलन नहीं कर पाए और उसको क्रॉस करने का संभवतः इन्होंने रिस्क लिया और उसमें ये आगे बह गए। नहीं, ऐसा नहीं है, हमने पूरी फुटेजेस चेक की हैं, ऐसा कोई भी एंगल कोई सैबोटाज का या थ्रेट का नहीं है। संभवतः ये है कि उन्होंने जो असेसमेंट की पानी की वो ठीक से नहीं कर पाए और जो डीप नाला था उसमें उन्होंने अपनी गाड़ी चलाने की कोशिश की, जिसकी वजह से गाड़ी ബാങ്കിലും നിരവധി കമ്പനികളിലും ജോലി കിട്ടിയെങ്കിലും നിർമ്മൽ കൂട്ടാക്കിയില്ലെന്നും കാർഗിൽ യുദ്ധകാലത്താണ് മകൻ സൈനിക സേവനം വേണമെന്ന് തീരുമാനിച്ചതെന്നും അച്ഛൻ ശിവരാജൻ പറഞ്ഞു. ഉച്ചയാകുമ്പോഴത്തേക്കും നാളെ 2 മണിക്ക് അവർ എത്തുമെന്നാണ് നമ്മളോട് പറഞ്ഞേക്കണത്. അപ്പോൾ അത് ഞാനിപ്പോൾ കേന്ദ്രമന്ത്രി മുരളീധരൻ സാറ് വിളിച്ചിരുന്നു. അദ്ദേഹവുമായിട്ട് ടേക്ക് ചെയ്തിട്ടുണ്ട്. കാര്യമുള്ളിടത്തോളം അവർ ഡിലേ വരാണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 മണിക്ക് ബോഡി ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ പിന്നെ ഫ്ലൈറ്റൊക്കെ അല്ല, എന്തെങ്കിലും ഡിലേ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പക്ഷേ നാളെ തന്നെ ഞങ്ങൾ നാട്ടിൽ പോകും, അതല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് രാവിലെ പോകും. ഇത് അപകടമരണം തന്നെയാണെന്നല്ലേ കരുതുന്നത്? അപകടമാണ്, വെള്ളത്തിൽ പോയിട്ട് തന്നെ, അത് തന്നെ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നമൊന്നുള്ളതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. പിന്നെ എന്താ വേറെ ഒന്നും സംഭവിക്കാൻ വഴിയില്ല. കാരണം അവന് ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ആരുമായിട്ടൊന്നും ഒരു വല്ലാത്തൊരു നേച്ചറാണ് അവൻ്റെ. എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കില്ല. വളരെ കാര്യമായിട്ട് എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ പോകുന്ന ഒരു ഇതാണ്. അപ്പം പിന്നെ അല്ലെങ്കിൽ തന്നെ അവിടെ ആ ഐസൊലേറ്റഡ് ഏരിയയിൽ ആ സമയത്തൊന്നും ആരും ഉണ്ടാവില്ല അവനുമായിട്ട്. പിന്നെ വേറെ വേണമെങ്കിൽ നമുക്ക് പറയാം വല്ല ഭീകരപ്രവർത്തനമൊന്നും, അതിനൊന്നും ഞാൻ തയ്യാറല്ല. കാരണം അത്രയേ ഉള്ളൂ. രാവിലെ നടത്തിയ തെരച്ചിലിൽ നിർമ്മൽ സഞ്ചരിച്ച കാർ കണ്ടെത്തുകയായിരുന്നു. എറണാകുളം മാമംഗലം സ്വദേശിയാണ് നിർമ്മൽ. സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. മാമംഗലം സ്വദേശിയാണ് മരിച്ച ക്യാപ്റ്റൻ നിർമ്മൽ. എങ്ങനെയാണ് അപകടം എന്നാണ് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, മിന്നൽ പ്രളയത്തിൽ കാണാതായ മലയാളി ജവാൻ നിർമ്മൽ ശിവരാജിന്റെ മൃതദേഹം ഇന്ന് ഉച്ചയോടുകൂടിയാണ് കണ്ടെത്തിയത്. ഏതായാലും നാട്ടുകാരും അദ്ദേഹത്തിന്റെ വീട്ടുകാരുമെല്ലാം ഒരു ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത അറിയുന്നത്. മകനെ കാണാനില്ല എന്ന് പറയുമ്പോഴും മകൻ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്ന അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും മറ്റ് അയൽവാസികൾക്കും എല്ലാവർക്കും തന്നെ. എന്നാൽ ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഇപ്പോൾ നിർമ്മൽ വിട പറഞ്ഞിരിക്കുകയാണ്. നാളെ ഉച്ചയോടുകൂടി നിർമ്മലിന്റെ ഭൗതിക ശരീരം നാട്ടിലേക്ക്, അതായത് മാമംഗലത്തേക്ക് എത്തിക്കും എന്നാണ് അറിയുന്നത്. അതിനുശേഷം നേരത്തെ പറഞ്ഞിരുന്നത് എറണാകുളം ജില്ലയിലെ തന്നെ ഇലഞ്ഞി എന്ന് പറയുന്ന ഇവരുടെ സ്വദേശത്തേക്ക് കൊണ്ടുപോയി അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് ഒരല്പം മാറ്റമുണ്ട്. ഇവിടെ തന്നെ, അതായത് എറണാകുളത്ത് മാമംഗലത്ത് തന്നെ ഈ ഭൗതിക ശരീരം സംസ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് ഏത് ശ്മശാനമാണോ ആൾക്കാർ പോകണുള്ളൂ, ഏത് ശ്മശാനമാണോ നമുക്ക് അവൈലബിൾ ഉള്ളത് അവിടെ ആയിരിക്കും. അപ്പോൾ കറക്റ്റ് സ്പോട്ട് ഒരു മണിക്കൂറിനുള്ളിൽ പറഞ്ഞു.
ഇവിടെ ആക്കാനില്ല എന്ന് പറഞ്ഞാൽ ബോഡി ഇച്ചിരി ഡീക്കയാണ്. അപ്പോൾ വെള്ളത്തിൽ കിടന്നതായതുകൊണ്ട് അത് കൂടുതൽ നേരം വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വീണ്ടും കോംപ്ലിക്കേഷൻ ആകുമെന്നപ്പോൾ കേണൽ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പ്രോഗ്രാം മാറ്റി. എനിക്ക് എൻ്റെ മോനെ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും അവനൊന്ന് നന്നായിട്ട് വിടണമെന്നുള്ളൂ. ഇവിടെ ആയാലും എവിടെ ആയാലും എൻ്റെ ആഗ്രഹം അവിടെ ആയിരുന്നു. പക്ഷെ അത് വേണ്ട, സാരമില്ല, അവന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് മാറ്റുകയാണ്. എടപ്പള്ളി എവിടെ പോയിട്ടുള്ളൂ. സംസ്കാരത്തിന് നാളെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് പറയാം. ന്യൂസിൽ ഏതായാലും ഇപ്പോൾ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ അറിയിക്കാം. ഏതായാലും എറണാകുളത്ത് തന്നെ മൃതദേഹം സംസ്കരിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും 2014 സേനയുടെ അഭിമാനമായിക്കൊണ്ട് നിർമ്മൽ ശിവരാജൻ ഈ സേനയുടെ ഭാഗമാകുന്നത്. അതിനുശേഷം വീട്ടുകാരുടേത് മാത്രമല്ല നാട്ടുകാരുടെയും വലിയ പ്രതീക്ഷയായിരുന്നു ഈ യുവാവ്. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം നമ്മളോട് സംസാരിച്ച നാട്ടുകാർക്കെല്ലാം നല്ല വാക്കുകൾ മാത്രമാണ് നിർമ്മലിനെ കുറിച്ച് പറയാൻ ഉണ്ടായിരുന്നത്. കാർഗിൽ യുദ്ധകാലത്ത് ആ യുദ്ധം കണ്ടതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സേനയിൽ തന്നെ ചേരണം എന്ന ഒരു തീരുമാനത്തിലേക്ക് നിർമ്മൽ എത്തിയത്. അതിനുശേഷം ബാങ്കിൽ ഉൾപ്പെടെ മികച്ച ജോലി ലഭിച്ചുവെങ്കിലും അതൊന്നും വേണ്ട, എനിക്ക് സേനയുടെ ഭാഗമാകണം എന്ന് നിർമ്മൽ തീരുമാനിക്കുകയായിരുന്നു. നിർമ്മലിന്റെ ഈ തീരുമാനത്തോട് കുടുംബവും ഉറച്ചു തന്നെ നിന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സംസാരിക്കുമ്പോൾ ഈ അച്ഛൻ വിങ്ങുന്നുണ്ടായിരുന്നു. അവന്റെ ആഗ്രഹം അനുസരിച്ചാണ് സേനയിലേക്ക് വിട്ടത്. ഒറ്റ മകനാണ്, മൂത്ത മകനാണ് എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എങ്കിലും കഴിഞ്ഞ നിമിഷങ്ങളിൽ അമ്മ തീർച്ചയായും രാവിലെയൊക്കെ മാധ്യമങ്ങളോട് അമ്മ സംസാരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവർ വലിയ പ്രതീക്ഷയിലായിരുന്നു. മകൻ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. ഏത് മിന്നൽ പ്രളയമാണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ഒരു ഇച്ഛാശക്തി മകനുണ്ട് എന്ന് തന്നെയാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ ഇവർ പുലർത്തിയിരുന്നു. ഈ അമ്മ പൂർണ്ണമായും തളർന്നു കിടക്കുകയാണ്. ഇപ്പോൾ അത്രത്തോളം മനോവേദനയാണ് ഈ കുടുംബം ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഏതായാലും നാട്ടുകാരെല്ലാവരും ഈ വീട്ടിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിരവധി ആളുകളാണ് ഈ വീട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അശ്വതി, സുവി, അച്ഛൻ്റെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാണ്. വളരെ ധീരനായ, എല്ലാവരോടും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളെയാണ് നഷ്ടമായിരിക്കുന്നത്. ക്യാപ്റ്റൻ നിർമ്മൽ അത്തരത്തിലൊരു സ്വഭാവമുള്ള ആളായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഒപ്പം അദ്ദേഹം കാർഗിൽ യുദ്ധകാലത്ത് സൈനിക സേവനം വേണമെന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് സ്വയമേ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നാടിനത് വലിയൊരു വിങ്ങലായിരിക്കും. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു അപകടം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, അതും നാട്ടിലേക്ക് ആ മൃതദേഹമൊക്കെ എത്തുമ്പോൾ വലിയ വികാരാധീനരായിരിക്കും ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ അവിടെ എത്തിയിട്ടുള്ള ആളുകൾ. അവിടേക്ക് നിരവധി പേർ ഇപ്പോൾ എത്തുമല്ലോ. അവരുടെയൊക്കെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാകുമോ ഇപ്പോൾ? കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം ഈ നമ്മളോട് സംസാരിച്ചു വരുന്നവരെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു ദുഃഖത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവച്ചിരുന്നത്. ഏതായാലും നമുക്ക് അയൽവാസിയില്ല, ഞാൻ ആളുടെ ഇളയച്ചനാണ്. എന്തോ നിർമ്മലിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വളരെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ വളരെ ജോളിയായിട്ട് എല്ലാവരും നല്ല ആരുടെ അടുത്തും എന്താ പറയുക ഒരു വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള ഒരു സംസാരമൊന്നുമല്ല. എല്ലാവരുമായിട്ട് വളരെ സൗമ്യത്തോടു കൂടി ചിരിച്ച് കളിച്ചുള്ളൊരു സംസാരമായിരുന്നു. ഒരു 6 മാസം പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു 6 മാസം ഉള്ളപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടി. ഒരു 1.5 വയസ്സ് വരെ ഞാനാണ് അവനൊരു അച്ഛൻ്റെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തു നിന്ന് വളർത്തിക്കൊണ്ട് നിന്നത്. കാരണം അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുമ്പം അങ്ങനെ എൻ്റെ കൈ കടന്നു വളർന്ന കുട്ടിയാണ്. പോയാൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ദൈവം ഇത്രയും അവന് ആയുസ് കൊടുത്തിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. സഹിക്കാതെ വല്ലതും ചെയ്യാൻ പറ്റുമോ? സഹിക്കുമെന്ന് ഞങ്ങൾ എല്ലാവരും ഇത്രേ പറയാനുള്ളൂ. വലിയ അഭിമാനമായിരുന്നു. നാട്ടുകാർക്കൊക്കെ വളരെയധികം അഭിമാനമായിരുന്നു അവൻ. ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഇവിടെയും ഒരുപാട് സുഹൃത്തുക്കളും അതുപോലെ ഒരുപാട് നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു അവന്. അതുപോലെ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ ഇടയ്ക്കായാലും നല്ലൊരു വിദ്യാർത്ഥി എന്നുള്ള ഒരു പേരുണ്ടായിരുന്നു. ജോലി സ്ഥലത്താണെങ്കിലും നല്ല പേരായിരുന്നു. പക്ഷേ അത് ദൈവത്തിന് അവനിഷ്ടമായി. അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ദൈവത്തിന് അവനിഷ്ടമായി. അവനെ നേരത്തെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പോഴൊന്നും
വലിയ ദുഃഖത്തിലാണ് ഇവിടെ ഉള്ള ആളുകളെല്ലാം തന്നെയും. നല്ലത് മാത്രമേ നിർമ്മലിനെ കുറിച്ച് ഈ നാട്ടുകാർക്ക് പറയാനുള്ളൂ. ഏതായാലും നമുക്ക് ചോദിക്കാം. നിർമ്മല എന്റെ മരുമോനല്ലേ, എന്റെ പെക്കട മോനാ. നമ്മള് എന്താ ഞാനെന്നെ പിടിച്ച് നിൽക്കാണ്. വലിയ ദുഃഖത്തിലാണ് ഈ വീട്ടിലുള്ളവരെല്ലാവരും. ഏതായാലും ഭൗതിക ശരീരം നാളെ ഉച്ചയോടുകൂടി ഇവിടെ എത്തും എന്നാണ് കരുതുന്നത്. നേരത്തെ ഇവരുടെ സ്വദേശത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അത് വേണ്ട, എറണാകുളത്ത് തന്നെ സംസ്കാരം നടത്താം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ജബൽപൂരിലാണ് നിർമ്മലിന്റെ ഭാര്യ ജോലി ചെയ്യുന്നത്. 6 മാസം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം ജബൽപൂരിൽ നിന്ന് ഭാര്യയെ കണ്ട് മടങ്ങും വഴിയാണ് നിർമ്മലിന് അപകടം ഉണ്ടായത്. അതായത് ജബൽപൂരിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് പച്മൌഡി എന്ന സ്ഥലത്താണ് ഈ നിർമ്മൽ ജോലി ചെയ്യുന്നത്. അവിടേക്ക് എത്താൻ ഇനി 85 കിലോമീറ്ററുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ മഴയുണ്ടാകുന്നത്. കനത്ത മഴയായിരുന്നു. മഴ മൂലം തടസ്സം നേരിടുകയാണ്. വാഹനത്തിന് പോകാൻ സാധിക്കുന്നില്ല എന്ന് നിർമ്മൽ വീട്ടുകാരെ അറിയിച്ചിരുന്നു. തുടർന്ന് രാത്രി 8:30 മണിയോടുകൂടി തന്നെ നിർമ്മൽ ഭാര്യയെയും വിളിച്ചറിയിക്കുന്നു. GPS-ഉം ഓണായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് നിർമ്മലിനെ കിട്ടിയിട്ടില്ല. ഫോണിലോ മറ്റും GPS-ഉം ഉൾപ്പെടെ തകരാറിലായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് രാവിലെയാണ് ആദ്യം വാഹനം കണ്ടെത്തുന്നു. അതിനുശേഷം ആ പ്രദേശത്ത് മിന്നൽ പ്രളയം ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ നിർമ്മൽ അത് അറിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഈ മൃതശരീരം, അതായത് കുറ്റിക്കാട്ടിൽ നിന്നാണ് നിർമ്മലിന്റെ ഭൗതിക ശരീരം കണ്ടെത്തുന്നത്. ഏതായാലും ഉച്ചയോടുകൂടി വീട്ടുകാരെ അറിയിച്ചു. ഏതായാലും വലിയ പ്രതീക്ഷയിൽ മകൻ തിരിച്ചു വരും എന്നൊരു വലിയ പ്രതീക്ഷയാണ് ഈ വീട്ടിലുള്ളവർക്കെല്ലാം ഉണ്ടായിരുന്നത്. ഏതായാലും നാളെ ഉച്ചയോടുകൂടി നിർമ്മലിന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കും. ശരി സൂര്യ. ഇടവേള. കള്ളക്കടത്തുകാർക്ക് സഹായം ചെയ്ത കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് സൂപ്രണ്ട് പോലീസ് പിടിയിൽ. സ്വർണവും പണവും കടത്തിയ കാരിയറിനെ സഹായിക്കുന്നതിനിടയിലാണ് കസ്റ്റംസ് സൂപ്രണ്ട് പി മുനിയപ്പൻ പിടിയിലായത്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, കള്ളക്കടത്തുകാർക്ക് സഹായം ചെയ്തതിനാണ് വിമാനത്താവളത്തിലെ കസ്റ്റംസ് സൂപ്രണ്ട് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ആരാണ് പിടിയിലായത്? എപ്പോഴായിരുന്നു സംഭവം? അശ്വതി, കസ്റ്റംസ് സൂപ്രണ്ട് മുനിയപ്പനാണ് പിടിയിലായത്. ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ തന്നെ കള്ളക്കടത്തുകാർക്ക് സഹായം ചെയ്യുക, ഒത്താശ ചെയ്യുക എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് ഉണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത്. അവിടെ സ്വർണ്ണക്കടത്തുകാരിൽ ഒരാളെ പോലീസ് പിടിച്ചിരുന്നു. ഇയാളുടെ കയ്യിൽ നിന്ന് 320 ഗ്രാം സ്വർണം പോലീസ് പിടിച്ചെടുത്തു. പക്ഷേ ആ സമയത്ത് അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുടെ മൊബൈലിലേക്ക് തുടർച്ചയായി കോളുകൾ വരാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ തുടർച്ചയായി കോളുകൾ വന്നപ്പോൾ പോലീസ് ആ കോൾ ആരുടേതാണെന്ന് പരിശോധിക്കുകയും അത് ഇയാളെ മാറ്റി നിർത്തി ചോദ്യം ചെയ്തപ്പോൾ ഇത് കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് സൂപ്രണ്ടിനാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. തുടർന്ന് ഇയാളെയും കൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ മുറിയിൽ ചെന്ന് പരിശോധിക്കുമ്പോഴാണ് ഇത്രയും അധികം സ്വർണവും, അതായത് 320 ഗ്രാം സ്വർണവും 5 ലക്ഷം രൂപയിലധികം പണമായിട്ടും ദിർഹങ്ങളും ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. സ്വർണ്ണാഭരണങ്ങളും റാഡോ വാച്ചുകളും ഇയാളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. 2 ദിവസം ഡ്യൂട്ടിക്കാണ് ഇയാൾ വന്നത്. അതിനുശേഷം ഇയാൾ വീട്ടിലേക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു. 2 ദിവസത്തെ ഡ്യൂട്ടിക്ക് ശേഷം ഇയാൾ ഏകദേശം 5 ലക്ഷത്തിലധികം രൂപയും സ്വർണവും അതുപോലെ തന്നെ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളുമായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. കള്ളക്കടത്തുകാർക്ക് ഒത്താശ ചെയ്യുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ എന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ ഒരു യാത്രക്കാരിൽ നിന്നും 320 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിരുന്നു. ഇത് കസ്റ്റംസ് സൂപ്രണ്ടായ മുനിയപ്പൻ കൈവശം വെച്ചു. തുടർന്ന് ഇയാൾ പുറത്തിറങ്ങിയ ശേഷം നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്. അത്തരത്തിൽ നിരവധി പേരിൽ നിന്നും സ്വർണം വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് ഇയാൾ കൈക്കലാക്കും. തുടർന്ന് പുറത്തെത്തി ഇവരുടെ പാസ്പോർട്ടും ഇയാൾ മേടിച്ചു വെക്കും. തുടർന്ന് പുറത്തെത്തി ഇവർക്ക് സ്വർണം കൈമാറി പണം വാങ്ങിക്കുകയാണ് ഇയാളുടെ രീതി എന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ 4 പാസ്പോർട്ടുകളും പോലീസ് ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളെ റൂമിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പോലീസിനെ സംബന്ധിച്ച് നിയമപരമായിട്ട് പരിമിതികളുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് കസ്റ്റംസിന് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയായിരിക്കും പോലീസ് ചെയ്യുക. ഇപ്പോൾ ഇയാൾ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണുള്ളത്. അനുമോദ്, വളരെ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ്. ഇത്തരത്തിൽ കാരിയറുകൾക്ക് സഹായം ചെയ്യുന്ന
കസ്റ്റംസ് സൂപ്രണ്ട് എന്ന് പറയുമ്പോൾ ആ അന്വേഷണം ഇതിൽ ഒതുങ്ങില്ല എന്ന് വേണം കരുതാൻ. കാരണം പഴയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ ഇയാൾ സഹായിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള അന്വേഷണങ്ങളിലേക്ക് നീങ്ങില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്യുന്നുവെന്ന ആക്ഷേപം അത് വളരെ പരസ്യമായിട്ട് തന്നെ ഒരുപാട് തവണ ഉയർന്നൊരു കാര്യമാണ്. ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വകുപ്പ് തല നടപടികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കസ്റ്റംസ് സൂപ്രണ്ട് സ്വർണവും പണവും അനധികൃതമായി ശേഖരിച്ച പണവും മറ്റ് വിലപിടിപ്പുള്ള സാധനവും അടക്കം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇതിലെ മറ്റൊരു ശ്രദ്ധേയമായൊരു കാര്യം കൂടിയുണ്ട്. മലപ്പുറം ജില്ലയിൽ ജനുവരി 23-ാം തീയതിയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ പോലീസിന്റെ എയ്ഡ് പോസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് കസ്റ്റംസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന സ്വർണ്ണക്കടത്തുകാരെ ഇവിടെ നിന്നും പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇതുവരെ 53 കേസുകൾ ഇതിനോടകം തന്നെ പോലീസ് കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത്, അതായത് കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് പുറത്ത് സ്വർണം കൊണ്ടുവന്ന 53 പേരെ പോലീസ് ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 44 കേസുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും അധികം സ്വർണ്ണക്കടത്ത് കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് പുറത്ത് കടത്തുന്നതിനെ പോലീസ് ഇവിടുന്ന് പിടിച്ചിരിക്കുന്നു. അപ്പോൾ കസ്റ്റംസിന്റെ സഹായത്തോടെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ഇടപാടുകൾ അവിടെ നടക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാകുന്നത്. എന്നാണെങ്കിലും വകുപ്പ് തല നടപടികൾക്കാണ് സാധ്യത. പക്ഷേ ഇതിൽ ആത്യന്തികമായിട്ട് ഇനിയുള്ള നടപടികൾ തീരുമാനിക്കേണ്ടത് കസ്റ്റംസ് ആണ്. ഇത്തരത്തിലൊരു വഞ്ചനയ്ക്ക്, ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിന് കസ്റ്റംസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ കൂട്ടുനിന്നു എന്നതിന്റെ തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഇനി കസ്റ്റംസിന് കൈമാറും. അതിനുശേഷം മറ്റ് നടപടികൾ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നാണ് വേണ്ടത്. പക്ഷേ കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തുകാരും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ വലിയ തെളിവ് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കസ്റ്റംസ് സൂപ്രണ്ട് മുനിയപ്പന്റെ കസ്റ്റഡി എടുക്കലിലൂടെ പോലീസ് തെളിയിച്ചിരിക്കുന്നത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ആയുധശേഖരം പിടിച്ചതിനെ തുടർന്ന് മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ അതീവ ജാഗ്രത. റായ്ഗഡ് ജില്ലാ സുരക്ഷാ വലയത്തിലാണ്. ഭീകരർക്കായാണ് ആയുധം നിറച്ച ബോട്ട് എത്തിയത് എന്നാണ് സംശയം. പിടികൂടിയ ബോട്ട് ഭീകരവിരുദ്ധ സേന പരിശോധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, ആയുധങ്ങൾ നിറച്ച ഒരു ബോട്ടാണിപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, മുംബൈയിൽ നിന്ന് ഏകദേശം 190 കിലോമീറ്റർ അകലെയാണ് ഈ ബോട്ടുകൾ കണ്ടെത്തിയത്. അതായത് 2 ബോട്ടുകളാണ്, ഈ യന്ത്രത്തോക്കുകൾ നിറച്ച 2 ബോട്ടുകളാണ് പിടികൂടിയിരിക്കുന്നത്. AK-47 അടക്കമുള്ള തോക്കുകൾ റായ്ഗഡിൽ നിന്ന് പിടിച്ചെടുത്ത ഈ ബോട്ടുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഇതോടെ വലിയ അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും തന്നെ പ്രത്യേക അന്വേഷണത്തിന് മഹാരാഷ്ട്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടുത്തെ MLA അതിഥി തർക്കരെ അല്പസമയത്ത് മുമ്പ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് 10 ദിവസത്തിനകത്ത് ഗണേശോത്സവം നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഉത്സവങ്ങളിൽ ആളുകൾ കൂടുതൽ പേർ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാന രീതിയിൽ ഈ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ചില ആളുകളെ ഉത്തർപ്രദേശിൽ നിന്നും ഒപ്പം തന്നെ ഈ മുംബൈയുടെ അതിർത്തികളിൽ നിന്നുമൊക്കെ പിടികൂടിയ ഒരു പശ്ചാത്തലമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇവർക്കാണോ ഈ ആയുധശേഖരങ്ങൾ എത്തിച്ചതെന്നുള്ള ഒരു ആശങ്ക ഈ ഒരു അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഇവരിൽ നിന്ന് കൂടുതൽ ചോദിച്ചറിയാനും ഒപ്പം തന്നെ ഈ ബോട്ടുകൾ കണ്ടെത്തിയതിൽ ഇതിൽ ബോട്ടുകളിൽ ജീവനക്കാരില്ല എന്ന ഈ സമീപവാസികൾ കണ്ടതിനെ തുടർന്നാണ് ഇവരാണ് ഈ അന്വേഷണ സംഘത്തെ വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പിടികൂടിയ ബോട്ട് ഭീകരവിരുദ്ധ സ്ക്വാഡ് പരിശോധിക്കുകയാണ് നിലവിൽ. ഇപ്പോൾ കൂടുതൽ സാഹചര്യങ്ങളും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ലക്ഷ്യം എന്താണോ, ഒപ്പം തന്നെ ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടാണോ ഈ തോക്കുകൾ എത്തിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. എന്തായാലും സമീപ ദിവസങ്ങളിൽ പിടിയിലായപ്പെട്ടിട്ടുള്ള ഈ ഭീകര സംഘടനപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടുമായി ബന്ധപ്പെട്ട് ഈ ആയുധങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗണേശോത്സവം നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സേനാ വിഭാഗങ്ങളെ വിന്യസിക്കാനുള്ള ഒരു ആവശ്യം കേന്ദ്ര സർക്കാരിനോട് മുന്നിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബോട്ട് ഈ ഭീകരവിരുദ്ധ സ്ക്വാഡ് പരിശോധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് അറിയുന്നത്. ശരി, ആയുധശേഖരം പിടിച്ചതിനെ തുടർന്ന് റായ്ഗഡിൽ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റായ്ഗഡ് ജില്ല അതീവ സുരക്ഷാ വലയത്തിലുമാണ്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. Ladies man.
സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന CPM ആരോപണം നിഷേധിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അധികാരത്തിലിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകാൻ ഉള്ളതല്ല സർവകലാശാലകളെന്നും ഗവർണർ ന്യൂസ് 18നോട് പറഞ്ഞു. सेवाधाम आश्रम वो भी ऐसे ही है जैसे मंदिर के दर्शन हैं, जो मुझे बताया गया है कि वहाँ इतने वृद्ध लोग हैं, फिजिकली चैलेंज लोग हैं, लेप्रोसी पेशेंट्स हैं और इतने सालों से वो उनकी सेवा कर रहे हैं. तो आज वहाँ का कार्यक्रम है, वहीं से ही सीधे तो अब बहुत सारे आरोप लगते रहते हैं, उसका तो कोई नहीं. लेकिन अगर यूनिवर्सिटी में एक आदमी जो सत्ता में बैठा हुआ है उसकी पत्नी अगर शिकायत आती है मेरे पास कि जो जिसको 641 नंबर मिले, जिसको 654 मिले, जिसको 500 नंबर मिले, उन सबको नजरअंदाज करके जिसको 134 मिले और जिसके पास टीचिंग, ये शिकायत है, बिल्कुल शिकायत आई मेरे पास. तो इसको देखने का मतलब है कि सरकार गिराई जाएगी. इसको देख रहे हैं, हमारे पास एक शिकायत आई है, उसकी जांच कर रहे हैं. अगर सही निकली तो जाहिर है यूनिवर्सिटी इस काम के लिए नहीं है कि वो सत्ताधारी लोगों के परिवार के लोगों को जॉब प्रोवाइड करे. यूनिवर्सिटी इसके लिए कि वहाँ एकेडमिक्स का अपॉइंटमेंट होना चाहिए, और अगर तथ्यहीन पाया गया तो फिर ठीक है. വിവാദങ്ങൾക്കിടെ കണ്ണൂർ സർവകലാശാല അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നു. അതിനിടെ വിഷയത്തിൽ പ്രതികരിച്ച പ്രിയ വർഗീസ് രംഗത്തെത്തി. വേട്ടയാടൽ രാകേഷ് കെ രാകേഷിന്റെ ഭാര്യ ആയതുകൊണ്ടെന്ന് FB പോസ്റ്റിൽ പ്രിയ വർഗീസ് പ്രതികരിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും മനു ഭരത് ചേരുന്നു. മനു, കണ്ണൂരിൽ സർവകലാശാല അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു ഓൺലൈനായി. സിൻഡിക്കേറ്റ് യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? യോഗ തീരുമാനങ്ങൾ വരുന്നേ ഉള്ളൂ. സിൻഡിക്കേറ്റ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗം ചേർന്നു, അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നേ ഉള്ളൂ. ഏതായാലും ഗവർണർക്ക് എതിരെയുള്ള നിയമ നടപടിയിൽ വൈസ് ചാൻസലറെ പിന്താങ്ങുക എന്ന നിലപാട് തന്നെയാണ് സിൻഡിക്കേറ്റ് സ്വീകരിക്കുന്നത്. വൈസ് ചാൻസലർക്ക് അതിനുള്ള അനുമതി നൽകുക എന്നതാണ് സിൻഡിക്കേറ്റ് യോഗം ലക്ഷ്യമിടുന്നത്. അസാധാരണമായ ഒരു നിയമ പോരാട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നീങ്ങുന്നത്. കാരണം സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ വൈസ് ചാൻസലർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രവുമല്ല, ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി തിരികൊളുത്തും. കാരണം പ്രതിപക്ഷ അനുകൂല സംഘടനകളെല്ലാം തന്നെ വളരെ ശക്തമായി ഗവർണറുടെ നിലപാടിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തും, MSFും രംഗത്തെത്തുമെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും ഒരു വലിയ വിവാദങ്ങളിലേക്ക് വിഷയം നീങ്ങും. ഈ രാഷ്ട്രീയത്തിൽ അധികാരത്തിലിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി കൊടുക്കാനുള്ള ഇടമല്ല സർവകലാശാലകൾ എന്ന് അസന്നിഗ്ധമായി ഗവർണർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ആ നിലയ്ക്ക് ഒരു പിന്തുണയും കിട്ടുകയും ചെയ്യും. അതേസമയം ഇത് നിയമപരമായി തന്നെയാണ് തങ്ങളുടെ നടപടികൾ എന്നതാണ് സർവകലാശാല വ്യക്തമാക്കുന്നത്. വൈസ് ചാൻസലർ ഈ ഗവർണർ ഈ നടപടി സ്റ്റേ ചെയ്തത്, അതായത് പ്രിയയുടെ നിയമന നടപടികൾ സ്റ്റേ ചെയ്തത് നിയമാനുസൃതമല്ല എന്ന നിലപാടാണ് വൈസ് ചാൻസലർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയയെ നിയമിക്കാൻ നിയമവൃത്തങ്ങളിൽ നിന്നും അതുപോലെ നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോടതിയിൽ ഈ വിഷയം ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് വൈസ് ചാൻസലർ. സർക്കാരും CPMഉം ഒരേപോലെ ശക്തമായി പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഗവർണർക്ക് വഴങ്ങേണ്ട എന്ന നിലപാട് വൈസ് ചാൻസലർക്കുമുണ്ട്. വൈസ് ചാൻസലറെ പിന്താങ്ങുന്ന നിലപാടാണ് സിൻഡിക്കേറ്റും സ്വീകരിക്കുന്നത്. അപ്പോൾ വലിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ ഒരു വശത്ത് ഉണ്ടാകുമ്പോൾ മറുവശത്ത് ഇതൊരു വലിയ നിയമ പോരാട്ടത്തിന് കൂടി വഴിതെളിക്കുകയാണ്. ഇതിൻ്റെ പര്യവസാനം എന്തായിരിക്കും എന്നതാണ് എല്ലാവരും ജിജ്ഞാസയോടെ ഉറ്റുനോക്കുന്നത്. ശരി മനു, VV അരുണിലേക്ക് കൂടി. അരുൺ, ഇത്തരത്തിൽ സർക്കാർ ഗവർണർ പോര് തുടങ്ങിയിട്ട്
കുറച്ചധികം കാലമായി. ഇപ്പോൾ അത് കൂടുതൽ ശക്തമാകുന്നു എന്ന് വേണ്ട കരുതാൻ. ഗവർണർ ഉത്തരവ് മരവിപ്പിക്കുന്ന തീരുമാനമുണ്ടാകുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പ്രതികരണം അതും രൂക്ഷമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. CPM പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന CPM ആരോപണം പാടെ തള്ളിക്കൊണ്ട് അധികാരത്തിലിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകാനുള്ളതല്ല സർവകലാശാലകൾ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഗവർണർ. ഇത് ഏത് രീതിയിലായിരിക്കും ഇതിന്റെ ഒരു രാഷ്ട്രീയ മുന്നോട്ട് പോക്ക്? അശ്വതി, കേരളത്തിലെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിൽ തർക്കങ്ങൾ കുറെ നാളുകളായി ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് ഗവർണർ എടുക്കുമ്പോഴും സർക്കാരിന്റെ ഭാഗമായുള്ള മുഖ്യമന്ത്രി നേതാക്കളും അതുപോലെ CPM കടുത്ത നിലപാടുകളിലേക്ക് പോയിട്ടില്ല. ഗവർണറെ ഒരു പരിധിക്കപ്പുറത്തേക്ക് വിമർശിക്കാനും CPM ഒരു ഘട്ടത്തിലും തയ്യാറായതില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് CPM പോവുകയാണ്. CPM BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ആയുധമായാണ് ഗവർണറെ കാണുന്നത്. രാഷ്ട്രീയ ചട്ടുകമായി പ്രവർത്തിക്കുന്നു ഗവർണർ എന്ന വിമർശനമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ ആരോപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവർണറുടെ ഈ നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ സർവകലാശാലയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനല്ല, പകരം RSS നിലപാടുകൾ, RSS ആശയങ്ങൾ സർവകലാശാലകളിൽ അടിച്ചേൽപ്പിക്കാൻ അത്തരം നേതാക്കളെ, അത്തരം ആളുകളെ സർവകലാശാല തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ശ്രമമാണ് ഗവർണർ നടത്തുമെന്നും CPM കരുതുന്നത്. അതുകൊണ്ടാണ് CPM അത്തരം ഒരു കടപ്പ് നിലപാടിലേക്ക് പോകുന്നത്. മറുഭാഗത്ത് ഗവർണറാകട്ടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സർവകലാശാലകളിൽ പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾക്ക് നിയമനം നൽകുന്നു എന്നാണ് ഗവർണറുടെ ആരോപണം. അത് സ്വജനപക്ഷപാതമാണ്. താൻ ചാൻസലർ പദവിയിൽ ഉള്ളിടത്തോളം, തനിക്ക് അധികാരമുള്ളിടത്തോളം അത് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഗവർണറുമുള്ളത്. ചുരുക്കത്തിൽ സംസ്ഥാന രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കാണ് സർക്കാരും ഗവർണറുമായുള്ള ബന്ധം പോകുന്നത്. കാരണം ഗവർണർ സംബന്ധിച്ച 11 ഓർഡിനൻസുകൾ ഉൾപ്പെടെയുള്ള 12 ബില്ലുകളാണ്, ഓർഡിനൻസ് പകരമുള്ള 12 ബില്ലുകളാണ് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്. അത് പാസാക്കിയത് പിന്തുണ വേണം, അദ്ദേഹത്തിന്റെ ഒപ്പ് വേണം. ആ ശരി അരുൺ, അതേസമയം ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി പ്രിയ വർഗീസ് രംഗത്തെത്തിയിരുന്നു. പ്രിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ്, രാഷ്ട്രീയ നാടകമാണ് എന്ന് തുടങ്ങുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രിയ പുറത്തിറക്കിയിരുന്നു. അതിന്റെ വിശദാംശങ്ങളുമായി SS ശരണാണ് ചേരുന്നത്. ശരൺ, ഈ പോസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിയ പറയുന്നത്? അശ്വതി, എല്ലായ്പ്പോഴും മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിക്കാറുള്ള പ്രിയ വർഗീസ് ഇത്തവണയും ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു രാഷ്ട്രീയ നാടകമാണെന്നുള്ള കുറ്റപ്പെടുത്തലാണ് പ്രിയ വർഗീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ആണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നാടകം നടത്തിയിരിക്കുന്നത്. അതായത് തന്റെ പേര് സർവകലാശാലയുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചത് മുതലാണ് ഈ രാഷ്ട്രീയ നാടകം ആരംഭിച്ചത്. ഇതിന്റെ ഫലപ്രാപ്തിയാണ് ഇന്നലത്തെ ഗവർണറുടെ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്ന കാര്യവും പ്രിയ വർഗീസ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് കോൺഗ്രസുകാരനായ സെനറ്റ് അംഗം തനിക്കെതിരെ VCക്ക് പരാതി കൊടുക്കുന്നതിലൂടെ തന്നെ ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് വ്യക്തമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, പ്രിയ വർഗീസിനെതിരെ ഉയർന്നിരുന്ന ആക്ഷേപം മതിയായ യോഗ്യതകൾ ഇല്ലാതെയാണ് പ്രിയ വർഗീസിന് നിയമനം നൽകിയെന്നുള്ള വിവാദമായിരുന്നു. അതായത് ഗവേഷണ പ്രധാനപ്പെട്ട കാര്യം 8 വർഷമാണ്, 8 വർഷത്തെ അധ്യാപന പരിചയമാണ് ഈ അസോസിയേറ്റ് പ്രൊഫസറാകാൻ വേണ്ടത്. എന്നാൽ പ്രിയ വർഗീസിന് 3 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു നിയമന നടപടികളിലേക്കാണ് പോയെന്നുള്ളതായിരുന്നു വിവാദം. ഇതിനെയും ശക്തമായി തന്നെ പ്രിയ വർഗീസ് നിഷേധിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും പ്രിയ വർഗീസ് ചൂണ്ടിക്കാട്ടുന്ന കാര്യം UGC തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ ഗവേഷണ പരിചയം അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്നതിനൊപ്പം തന്നെ ഈ അധ്യാപനവും ഗവേഷണവും ഇതെടുക്കാതെ, അതായത് അവധിയെടുക്കാതെയുള്ള ഗവേഷണം അത്തരത്തിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അധ്യാപന പരിചയമായി കണക്കാക്കാമെന്നുള്ളത് UGC തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ UGCയുടെ ഈ നിർദ്ദേശം അല്ലെങ്കിൽ UGCയുടെ ഈ മാനദണ്ഡം മറച്ചു വെച്ചുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഒരു കാര്യം മാത്രം, ഒരു വശം മാത്രം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തനിക്കെതിരെ വേട്ടയാടൽ നടത്തിയെന്നുള്ള കുറ്റപ്പെടുത്തലും പ്രിയ വർഗീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് മാധ്യമങ്ങളും കോൺഗ്രസും എല്ലാം ചേർന്നുള്ള രാഷ്ട്രീയ നാടകമായിട്ടാണ് പ്രിയ വർഗീസ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഉയർന്നിരുന്ന പ്രധാനപ്പെട്ട വിഷയം, ഈ 27 വർഷം അധ്യാപന പരിചയമുള്ള അധ്യാപകൻ
വരെ തഴയപ്പെട്ടു, ഈ നിയമനത്തിൽ നിന്ന് തഴയപ്പെട്ടു എന്നുള്ള വിവാദമായിരുന്നു. എന്നാൽ 27 വർഷം സർവീസുള്ള അധ്യാപകൻ എന്തുകൊണ്ട് ഇതുവരെ അസോസിയേറ്റ് പ്രൊഫസർ ആയില്ല എന്ന് ആരും ചോദിച്ചു കണ്ടില്ല. അത്തരത്തിൽ ആ അധ്യാപകനെ വരെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയാണ് ഇപ്പോൾ ഈ പ്രിയ വർഗീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നേരത്തെ നമ്മൾ കണ്ടിരുന്നതാണ്, അതായത് ഈ പരാതി ഉയർന്നതിന് പിന്നാലെ പ്രിയ വർഗീസ് ഏതൊക്കെ രീതിയിലാണോ ഈ നിയമനത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചിരുന്നത് അത് ഇപ്പോഴും തുടരുകയാണ്. തൻ്റെ ഭാഗത്തു നിന്ന്, അതായത് തനിക്ക് അസോസിയേറ്റ് പ്രൊഫസർ ആകാനുള്ള മതിയായ യോഗ്യത ഉണ്ട്, എന്നാൽ രാഷ്ട്രീയ നാടകത്തിലൂടെ ഗവർണറെ കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ള വിമർശനമാണ് പ്രിയ വർഗീസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉയർത്തുന്നത്. ശരി ശരൺ, എന്തായാലും ഇനി വരാനുള്ള പ്രധാനപ്പെട്ട തീരുമാനം സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം എന്താണ് എന്നാണ് അറിയേണ്ടത്. സിൻഡിക്കേറ്റ് യോഗം പുരോഗമിക്കുകയാണ്. മനു ഒരിക്കൽ കൂടി ചേരുന്നു. മനു, എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് പ്രിയ വർഗീസിനെ നിയമിച്ചത് എന്ന് ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് ഇപ്പോഴും സർവകലാശാല. എന്തൊക്കെ തീരുമാനം, ഏത് രീതിയിൽ മുന്നോട്ട് പോകാനായിരിക്കും അവർ ശ്രമിക്കുക? സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം സർവകലാശാല വ്യക്തമാക്കുന്ന ഒരു കാര്യം, വിഷയ വിദഗ്ധരടങ്ങുന്ന ഒരു സമിതിയാണ് പ്രിയ വർഗീസാണ് ഈ തസ്തികയ്ക്ക് ഏറ്റവും യോഗ്യയായ വ്യക്തി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അംഗീകരിക്കുകയാണ് അവർക്ക് മുന്നിലുള്ള പോംവഴി. UGCയും അങ്ങനെ തന്നെയാണ് അവർക്ക് നിയമം വ്യക്തമാക്കുന്ന UGC നിയമവും അങ്ങനെയാണ് വ്യക്തമാക്കുന്നത് എന്നാണ് വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും പറയുന്നത്. ഏതായാലും ഈ 22/9/2021 ഇത്തരത്തിലൊരു അപേക്ഷ ക്ഷണിക്കുന്നത്. അതിൽ 12 അപേക്ഷകളിൽ ഒരു സ്ക്രീനിംഗ് കമ്മിറ്റിയെ UGC നിയമപ്രകാരം തന്നെ സർവകലാശാല നിയോഗിച്ചിരുന്നു. ആ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് 6 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. മാത്രമല്ല ഇവരുടെ മാനദണ്ഡങ്ങൾ പരിശോധിച്ചത് വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ ചാൻസലറുടെ നോമിനി, 3 വിഷയ വിദഗ്ധർ, ലാംഗ്വേജ് ഡീൻ, പഠന വകുപ്പ് മേധാവി, SC/ST വിഭാഗത്തിൽ നിന്നൊരു പ്രതിനിധി എന്നിവരടങ്ങിയ ഒരു കമ്മിറ്റിയാണ് ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. പിന്നീട് ഇക്കാര്യത്തിൽ തർക്കം വന്നു. തർക്കത്തിൽ കൂടുതൽ വിശദീകരണത്തിനായി UGCക്ക് കത്തയച്ചു. പക്ഷേ UGC അതിൽ കൃത്യമായൊരു മറുപടി നൽകിയില്ല. എന്നാൽ ഈ ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള ഡെപ്യൂട്ടേഷനിൽ PhD ഗവേഷണം നടത്തുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ ഗവേഷണ കാലഘട്ടം അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നേരിട്ടുള്ള നിയമനത്തിന് പരിചയമായി കണക്കാക്കാമോ എന്നൊരു ചോദ്യം സർവകലാശാലയ്ക്ക് മുമ്പിൽ വന്നു. അതിൽ നിയമ ഉപദേശം ലഭിച്ചത് അത് കണക്കാക്കാം എന്നതാണ്. എന്നാൽ UGC ഇതിലൊരു മറുപടി നൽകിയില്ലെങ്കിലും നിയമവൃത്തങ്ങൾ ഇത് കണക്കാക്കാം എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായി കോടതിയിൽ ഈ കാര്യം ബോധിപ്പിക്കാനും കോടതിയിൽ വിജയിക്കാനും കഴിയും എന്നാണ് സർവകലാശാല കരുതുന്നത്. അപ്പം നിയമപരമായി ഈ വിഷയത്തെ നേരിടാനാണ് കണ്ണൂർ സർവകലാശാല നീക്കം നടത്തുന്നത്. ഈ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ തീരുമാനപ്രകാരം മാത്രമേ അല്ലെങ്കിൽ അവർ നൽകുന്ന ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിയമനം നടത്താവൂ എന്നാണ് UGC നിയമങ്ങൾ നിഷ്കർഷിക്കുന്നത് എന്നും ഈ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ഒരേ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെയാണ് CPMഉം സർക്കാരും ഈ സർവകലാശാലയും വൈസ് ചാൻസലറെയും പിന്താങ്ങുന്നു. അപ്പോൾ ഗവർണർക്ക് വഴങ്ങേണ്ട, ഒരടി പോലും പുറകോട്ട് പോകേണ്ട, മുന്നോട്ട് തന്നെ നീങ്ങാം എന്ന നിലപാടാണ് സർവകലാശാല സ്വീകരിക്കുന്നത്. അതിനുള്ള നടപടികളായിരിക്കും വരും ദിവസങ്ങളുണ്ടാകുക. കോടതിയിലേക്ക് വിഷയമെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, ഇതിന് രാഷ്ട്രീയപരമായി പ്രതിപക്ഷവും അതുപോലെ BJPയും ഒക്കെ ആയുധമാക്കുന്നൊരു ഘട്ടത്തിൽ CPMഉം ആ തരത്തിലുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വരും. അപ്പോൾ ഒരു വശത്ത് ഇത് ഒരു നിയമ പോരാട്ടം നടക്കുകയും മറുവശത്ത് ഒരു രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇത് വഴിതെളിക്കുകയും ചെയ്യും. പ്രതിപക്ഷാനുകൂല സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തും. അങ്ങനെ വരും ദിവസങ്ങളിൽ വിവാദങ്ങളിലേക്ക് തന്നെയാണ് ഈ വിഷയം നീങ്ങുന്നത്. പ്രിയ വർഗീസും തൻ്റെ ഫേസ്ബുക്ക് സ്ഥാപനത്തിലെ വീണ്ടും ബാക്കി കാര്യങ്ങൾ നാളെ വ്യക്തമാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസവും പ്രിയയും വിവാദങ്ങളുമായി രംഗത്ത് വരികയും ചെയ്യും. ശരി, ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയത്തിൽ വീണ്ടും വിവാദ പരാമർശവുമായി MK മുനീർ. ആൺകുട്ടിയും മുതിർന്നയാളും ബന്ധപ്പെട്ടാൽ പോക്സോ കേസെടുക്കുന്നത് എന്തിനാണെന്നാണ് മുനീറിന്റെ ചോദ്യം. ജെൻഡർ ന്യൂട്രാലിറ്റി വന്നാൽ ആൺകുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന വാദവും മുനീർ ഉന്നയിക്കുന്നു. കോഴിക്കോട്ടെ സെമിനാറിലായിരുന്നു മുനീറിന്റെ വിചിത്രവാദങ്ങൾ. ഒരു ഭാഗത്ത് നിൽക്കുന്നു, അതേസമയം ഇപ്പുറത്ത്
നമ്മൾ ഗേ എന്ന് പറയുന്നതിനെയും മറ്റതിനെയും അംഗീകരിച്ചുകൊണ്ട് പെട്ടെന്ന് സ്കൂളുകളിലേക്ക് കയറണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മറ്റ് ഇതുപോലുള്ള അതിക്രമങ്ങളെ അവർ ശരിക്കും പോക്സോയിലേക്ക് കൊടുക്കാതെ അത് ജനറൽ ന്യൂട്രാലിറ്റിയിൽ ഡിഫൈൻ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ജനറൽ ന്യൂട്രാലിറ്റിയിൽ ഡിഫൈൻ ചെയ്ത് പോക്സോയെ നിഷ്പ്രഭമാക്കുന്ന ഒരവസ്ഥയുണ്ടാകും. പോക്സോയെ നിഷ്പ്രഭമാക്കരുത്. അതിന് ഇത്തരത്തിലുള്ള ക്രൂരതകളെ നമ്മൾ വേർതിരിച്ചറിയണം. ഗേ എന്ന് പറയുന്നതിനെ ഇപ്പം നമ്മൾ പല ഇഷ്യൂസും കണ്ടില്ലേ. ഒരു മാസ്റ്റർ ഒരു പെൺകുട്ടിയോട് കാണിച്ച പരാക്രമം, പെൺകുട്ടിയാണ്. അപ്പോൾ എന്താണ് അതിലുണ്ടായത്? അവസാനം ആ പെൺകുട്ടിക്ക് ഭ്രാന്താണെന്നുള്ള തീരുമാനത്തിലാണ് എത്തിയത്. അപ്പോൾ നമുക്ക് എന്തിനേയും വളച്ചൊടിക്കാൻ പറ്റുന്ന ഒരു കാലത്ത് എല്ലാറ്റിനെയും ഇനി ഈ ഡെഫിനിഷന്റെ അകത്തേക്ക് കൊണ്ടുവരുമോ എന്ന് ഭയപ്പെടുകയാണ് ഞാൻ. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഡെഫിനിഷന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് യഥാർത്ഥ കള്ളന്മാർ മുഴുവൻ രക്ഷപ്പെട്ട് പോക്സോക്ക് പിടി കൊടുക്കാത്ത രീതിയിൽ പോയാൽ പോക്സോ പിന്നെ നിഷ്പ്രഭമാകില്ലേ എന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ, കംപ്ലീറ്റ്ലി ക്ലിയർ. വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി എത്തുകയായിരുന്നു അദ്ദേഹം. പോക്സോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ദുർവ്യാഖ്യാനിച്ചു. ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പായാൽ പോക്സോ നിഷ്പ്രഭമാകുമെന്നാണ് പറഞ്ഞത് എന്ന് MK മുനീർ പറയുന്നു. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, സെമിനാറിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിശദീകരണവുമായി അദ്ദേഹം പുറത്തെത്തിയിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അശ്വതി, ഇക്കാര്യത്തിൽ ആദ്യം തന്നെ സെമിനാറിൽ അദ്ദേഹം പറഞ്ഞ വാദം പറയാം. അത് ഈ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ഒരു സെമിനാർ ആയിരുന്നു. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ സെമിനാറിൽ അദ്ദേഹം പറഞ്ഞത് ഈ സ്വവർഗ ലൈംഗികതയൊക്കെ വളരെ നോർമലൈസ് ചെയ്യപ്പെടുമ്പോൾ പോക്സോ പോലുള്ള നിയമങ്ങളുടെ പ്രസക്തി ഇല്ലാതായി മാറും എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഇത് പറയുന്നത്. അവിടെ ഈ പോക്സോ നിയമത്തിന്റെ തന്നെ ആവശ്യമില്ലാതായി മാറും. സ്വവർഗ ലൈംഗികത നോർമലൈസ് ചെയ്യപ്പെടുന്നതോടെ പോക്സോ നിയമം ആവശ്യമില്ലാതായി മാറും. മാത്രമല്ല അത്തരത്തിൽ കേസ് എടുക്കേണ്ട സാഹചര്യമില്ലാതായി മാറും ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പാക്കി കഴിഞ്ഞാൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ പോക്സോ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നത്, ചൂഷണം ചെയ്യുന്നതൊക്കെ തടയാൻ വേണ്ടിയുള്ള നിയമമാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പോക്സോ ഇല്ലാതാവുക എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തതയൊന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നില്ല. ഈ കാര്യത്തിലുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം ഇപ്പോൾ തന്നത്. മറിച്ച് ഈ ഇത്തരത്തിലുള്ള കേസുകളിൽ പോക്സോ എടുക്കേണ്ടി വരില്ല എന്നല്ല പറഞ്ഞത്, അത് ചിലർ ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ള, അത്തരത്തിൽ ദുരുപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പാക്കിയാൽ എന്നായിരുന്നു താൻ ഉദ്ദേശിച്ചത്. പക്ഷേ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി തന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ MK മുനീർ MLA പറയുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ അപകടങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ് താൻ അങ്ങനെ പറഞ്ഞത്. അതിനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ തന്റെ വാക്കുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി എന്നുള്ള നിലയ്ക്കാണ് MK മുനീർ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ മുതിർന്ന ഒരാൾ ഒരു ചെറിയ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് പോക്സോ ഉപയോഗിക്കാൻ കഴിയുക? ജെൻഡർ ന്യൂട്രാലിറ്റി വന്നാൽ എങ്ങനെയാണ് പോക്സോ ഉപയോഗിക്കാൻ കഴിയുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. തീർച്ചയായിട്ടും അതിൽ അവ്യക്തതയുണ്ടായിരുന്നു. കാരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനുള്ള നിയമമാണ് പോക്സോ. അതിന് സ്വർഗ ലൈംഗികതയുമായി ബന്ധമൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവിടെ അവ്യക്തതയുണ്ടാക്കിയിരുന്നു. അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് ഈ ഹോമോസെക്ഷുവാലിറ്റി വളരെ നോർമലൈസ് ചെയ്യപ്പെടുന്നു. അതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ, ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയാനുള്ള കേസുകൾ ഇല്ലാതായി പോവും. പോക്സോ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു MK മുനീർ ശ്രമിച്ചത്. CPI കൊല്ലം ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ RSPക്കും കേരള കോൺഗ്രസ് ബിക്കും വിമർശനം. RSPയുടെ സംഘടനാ സംവിധാനവും സ്വാധീനവും നഷ്ടപ്പെട്ടു. ഒരു വിഭാഗത്തിന് LDFിലേക്ക് തിരിച്ചു പോകണമെന്ന ആഗ്രഹമുണ്ട്. UDFിൽ തുടരുന്നത് NK പ്രേമചന്ദ്രൻ MPയുടെ പിടിവാശി മൂലമാണെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. പത്തനാപുരത്ത് മാത്രം ചെറിയ വേരോട്ടമുള്ള പാർട്ടി എന്നാണ് കേരള കോൺഗ്രസ് ബിയെ വിമർശിച്ചിരിക്കുന്നത്. വിഴിഞ്ഞത്ത് 3ാം ദിവസവും സമരം ശക്തം. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ സമരക്കാർ മറിച്ചിട്ടു. തുറമുഖ കവാടത്തിൽ നിന്ന് പ്രകടനമായി നീങ്ങിയ സമരക്കാർ നിർമ്മാണ പ്രദേശത്തിന് തൊട്ടടുത്തെത്തി. സമരത്തോട് അനുഭാവം അറിയിച്ച പ്രതിപക്ഷ നേതാവും സ്ഥലത്തെത്തി. VD സതീശന്റെ സന്ദർശനത്തിന് എതിരെ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി. 3 ഇടവകകളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഇന്നത്തെ സമരത്തിൽ പങ്കെടുക്കാനെത്തിയത്. 3ാം ദിവസത്തെ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ബാരിക്കേഡുകൾ സമരക്കാർ തകർത്തു.
സബ് കളക്ടർ DCP എന്നിവർ സ്ഥിതി വിലയിരുത്തുന്നതിന് സ്ഥലത്തുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി സമരക്കാർ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നടക്കുന്ന മേഖലയിലേക്ക് കുതിച്ചു. സ്ത്രീകളടക്കമുള്ളവർ മുന്നേറ്റത്തിന്റെ ഭാഗമായി. നിർമ്മാണ മേഖലയുടെ തൊട്ടടുത്തെത്തിയ സമരക്കാരെ പോലീസ് തടഞ്ഞു. ട്രെട്രോപോഡുകൾക്ക് മുകളിൽ കയറി പ്രതിഷേധക്കാർ കൊടിനാട്ടി. സമരത്തിന് അഭിവാദ്യവുമായി എത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്റെ വരവിൽ തരിമ്പും രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞു. സമരം ഒത്തുതീർപ്പാക്കാൻ ചർച്ച വേണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. ഞാൻ നിങ്ങളോട് 100% ഉറപ്പു പറയുന്നു, ഈ സമരത്തിന് പിന്തുണയുമായി ഞങ്ങൾ എത്തുമ്പോൾ ഈ സമരത്തിൽ ഒരു തരിമ്പ് പോലും, ഒരു ശതമാനം പോലും രാഷ്ട്രീയം കലർത്തില്ല എന്ന് ഞാൻ ഉറപ്പു പറയുന്നു. സതീശന്റേത് രാഷ്ട്രീയ പ്രസംഗമാണെന്നാരോപിച്ച് ഒരു വിഭാഗം ആളുകൾ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. എല്ലാവരും ചേർന്ന് സമ്മർദ്ദം ചെലുത്തി തീർച്ചയായും അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികളെ ഭിന്നിച്ചും സമരം തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് പിന്നീട് പ്രസംഗിച്ച വൈദികർ പറഞ്ഞു. പുനരധിവാസം ഉൾപ്പെടെ 7 ആവശ്യത്തിൽ ചർച്ച വൈകിയാൽ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം.